ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് യോഗരത്ന ശ്രീ KP ഭാസ്കരമേനോൻ അവർകളാണ്. അന്തർദേശീയ യോഗാ ദിനത്തിൻ്റെ ആചരണത്തിനാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇത് 12ാമത് ആചരണ ദിവസമാണ്. ഇത് നമ്മുടെ മാത്രമല്ല, ശരിക്ക് ഭാരതീയമാണ്. പക്ഷേ ലോകത്തിലെ മിക്കവാറും രാഷ്ട്രങ്ങൾ എല്ലാം നമ്മളുടെ ഈ സാംസ്കാരികമായിട്ടുള്ള പൈതൃകത്തിനെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തിയ ദിവസം കൂടിയാണ്. നമ്മളെക്കാൾ ഉപരി മറ്റ് രാഷ്ട്രങ്ങളിൽ വളരെ ഭക്തിയോടും ആദരവോടും ശക്തിവത്തായിട്ടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിനമാണ്. ആ ദിവസത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ അല്പം ആദരവോടുകൂടി എന്ന് പറഞ്ഞത്. എല്ലാവരും ഈ ഒരു ദിവസം ആഘോഷമായിട്ട് പറയും, അടുത്ത ദിവസം മുതൽ അതങ്ങോട്ട് മറന്നുകളെ. അതാണ് ഇപ്പോൾ കണ്ടു വരുന്ന കാര്യങ്ങൾ. അപ്പം ആ രീതിയിൽ ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ആദരണത്തെയും ആചരിക്കലിനെയും മറന്നു കളയാതെ കഴിയുന്നതും ഓരോരുത്തരും ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ സമയമെങ്കിലും പ്രയോജനപ്പെടുത്തി ഉപകാരപ്പെടുത്തി അത് ഈ ഒരു നമ്മളുടെ ആയുരാരോഗ്യ പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും വളരെ ഭംഗിയായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ യോഗവിദ്യയെ എല്ലാവരും ഇതിനെ സ്വീകരിച്ച് അതിനെ ബഹുമാനിച്ച്, അതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അതാണ് അതിനോട് ചെയ്യുന്ന ബഹുമാനം. അതുവഴി നമ്മളുടെ എല്ലാവരുടെയും സമൃദ്ധമായിട്ടുള്ള ജീവിതചര്യയിലേക്ക് ഒരിനമായി ഇത് കഴിയുമെങ്കിൽ ഇന്നു മുതലെങ്കിലും ചേർക്കണം എന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഇനി യോഗയെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയിട്ട് 12ാമത് വാർഷികമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ഏത് 12ാമത് വാർഷികം? ഇത് പറയാൻ കാരണം ഭാരതം ആയിരിക്കുന്ന കാലത്ത്, അതായത് 47 ആഗസ്റ്റ് 15 മുൻപ് ഭാരതത്തിൽ മിക്കവാറും സ്റ്റേറ്റുകളിൽ ഋഷീശ്വരന്മാർ ഇത് പരിശീലിച്ചു വന്നു. ജില്ലാ യോഗ അസോസിയേഷനുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഇതെല്ലാം തന്നെ ഒരു സേവന മനസ്ഥിതിയോടുകൂടി മാത്രം നടത്തുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതാണ് പ്രത്യേകം അറിയിക്കുന്നത്. ഈ കേരള യോഗ അസോസിയേഷൻ എന്ന് പറയുന്നത് കൽക്കട്ടയിൽ 1981 രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ യോഗ ഫെഡറേഷൻ എന്ന സംഘടനയുടെ അംഗീകാരത്തോടുകൂടി അഫിലിയേഷനോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കേരള യോഗ അസോസിയേഷൻ്റെയും കേരളത്തിലെ യോഗ പ്രവർത്തനങ്ങളുടെയും ഒരു രത്ന ചുരുക്കമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്ര തന്നെ ആയാലും മിക്കവാറും ഓരോ സ്റ്റേറ്റിലും അസോസിയേഷനുകളെല്ലാം ഉണ്ടെങ്കിലും ഒരുപാട് അസോസിയേഷനുകൾ ഉള്ളത് കാരണം ഒന്നിനും രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. അതിന് കഴിഞ്ഞ കാലത്ത് മോഡിജി വന്നതിന് ശേഷം യോഗയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ പേരിലാണ്. അവിടെയാണ് കാര്യം. അതിൽ രാഷ്ട്രീയമോ യാതൊന്നുമില്ല. യോഗയ്ക്ക് രാഷ്ട്രീയമില്ല, പ്രാദേശികമില്ല, ജാതിയില്ല, മതമില്ല. അതായത് ഗുരുദേവൻ പറഞ്ഞ മാതിരി മതം ഏതായാലും ശരി, മനുഷ്യൻ നന്നായിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ നന്നായാൽ മതി. ആ ഒരു തത്വമാണ് നമ്മൾ യോഗയിൽ നടത്തിയിരിക്കുന്നത്. അത് ഇവരൊക്കെ പറയണമെങ്കിൽ എത്രയോ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർക്കണം,
ജാതിയില്ല, മതമില്ല, രാഷ്ട്രമില്ല, രാഷ്ട്രീയ ഭേദമില്ല, വലിപ്പച്ചെറുപ്പമില്ല. അപ്പോൾ നമ്മളുടെ ആഗ്രഹപ്രകാരം ജീവനുള്ള ഒരു ശരീരത്തിനെ കിട്ടിയാൽ അതിൽ കളിയാടിക്കൊണ്ടിരിക്കുന്ന ജീവചൈതന്യം, ഈശ്വര ചൈതന്യം, അതിനെ പരമാവധി വളർത്തി കൊണ്ടുവന്ന് ആ ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളും സുഖമായിട്ട് അന്ന് അവസാനം വരെ ജോലി ചെയ്ത് പ്രവർത്തിച്ച് അങ്ങനെ ആഹ്ലാദിച്ച് വളരെ സുഖസമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഏത് ആൾക്കാർക്കാണെങ്കിലും കിട്ടണം എന്നുള്ളതാണ് യോഗ ശാസ്ത്രത്തിൻ്റെ ആ പ്രാധാന്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ആ രീതിയിലാണ് നമ്മൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലിനും നിങ്ങളുടെ എല്ലാവരെയും ഒരു സഹായ സഹകരണങ്ങൾ, അതായത് സഹായ സഹകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറകോട്ട് പോകും. ഞങ്ങൾക്ക് കാശൊന്നും വേണ്ട, കാശിനല്ല സഹായ സഹകരണം എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ യോഗ അഭ്യാസത്തെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും ദിനചര്യയിൽ ഉൾപ്പെടുത്തി ഒരു 20 മിനിറ്റെങ്കിലും ഉപയോഗപ്പെടുത്തുവാനായിട്ടുള്ള സന്മനസ്സുണ്ടായി വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ആവശ്യമായിട്ടുള്ള ആ സഹായം. ടീച്ചറിനെ നിയോഗിച്ച് മിനിയായിരുന്നു, മിനിഷാജിനായിരുന്നു അവിടെ വന്നിരുന്നത്. ഞാനും PT-യും 2 മക്കളും. മൂത്താള് കല്യാണം കഴിച്ചപ്പോൾ അവൻ്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും 5 പേരും ഒരുമിച്ച് നിന്ന് രാവിലെ യോഗ ചെയ്തിട്ടാണ് ദിനചര്യ ആരംഭിച്ചിരുന്നത് എന്നുള്ള ഒരു സുവർണ കാലഘട്ടം ഞാനിപ്പോൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ യോഗ പഠിക്കാനായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടുണ്ടായ കാര്യം, അന്ന് എൻ്റെ ഇളയ മൂത്താളും ചെയ്യുമായിരുന്നു. മൂത്തയാളും ഇളയാളും ഒക്കെ റോളർ സ്കേറ്റിങ്ങിൽ വളരെ തൽപരരായിരുന്നു. അത് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനായിട്ട് യോഗ കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നെനിക്കൊരു വലിയ ഉപദേശം കിട്ടിയതിനെ തുടർന്നാണ് യോഗ പതുക്കെ ആരംഭിച്ചത്. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾക്കും ആരോഗ്യപരമായിട്ട് കൂടുതൽ നന്നായി ഇരിക്കാൻ സാധിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ രാവിലെ ഒരു ഡീപ് ബ്രീത്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് നമ്മൾ യോഗയിലേക്ക് നീങ്ങിയതും യോഗ പരിശീലിക്കാൻ ആഗ്രഹിച്ചതും എന്നുള്ളതൊക്കെ പ്രത്യേകം ഓർക്കുകയാണ് എൻ്റെ മക്കൾ. അതുപോലെ തന്നെ ആ കോൺസെൻട്രേഷൻ വർദ്ധിച്ചത് കൊണ്ടാണ് റോളർ സ്കേറ്റിങ്ങിൽ ഒരുപാട് മെഡലുകളൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ യോഗയും കൂടെ ഇതുപോലെ തന്നെ അംഗീകരിക്കുന്ന ഒരു കായിക ഇനമായി മാറ്റണം എന്ന് അന്ന് തന്നെ PT തോമസ് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് സഭയിൽ ശബ്ദമുയർത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് അത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ അറിയാൻ കഴിഞ്ഞത് കോളേജിൽ പഠിക്കുന്ന പലർക്കും അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് പല കായിക ഇനങ്ങളിലും നമ്മൾക്ക് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് പോലെ യോഗയ്ക്കും ഗ്രേസ് മാർക്ക് ലഭിച്ച് UC കോളേജിലൊക്കെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾക്ക് ഭാവിയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ എല്ലായിടത്തും പടർന്നു പിടിക്കുന്നതിനോടൊപ്പം മാരകമായ രോഗങ്ങൾ, ക്യാൻസർ അടക്കം മറ്റ് പ്രഷർ കൂടുന്നതടക്കം പല ഇപ്പോഴത്തെ ഒരു നമ്മളുടെ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല അതിന് വലിയ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രചരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മിക്കവാറും സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും അതുപോലെ തന്നെ അവർക്ക് സമചിത്തതയോടുകൂടി ഇടപെടാനും ഒക്കെ സാധിക്കാനായിട്ട് എല്ലാ കുട്ടികളും തന്നെ ഇപ്പോൾ അത് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ കുട്ടികൾ, പാരൻസ് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത്
കൊടുത്ത എല്ലാ കുട്ടികളെയും യോഗ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇത് തുടരാനായിട്ടും ഉള്ള ഒരു പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചടങ്ങിന് ഇത്ര നല്ലൊരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ശ്രമിച്ചതിനൊക്കെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യോഗ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിത ശൈലി രോഗങ്ങൾ ഒരുപാട് അലട്ടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനെല്ലാം ഒരു പരിധിവരെ സഹായകമായി, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകമായി യോഗയിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ യോഗാ ദിന പരിപാടിയുടെ പ്രധാന സന്ദേശമായി നമ്മൾ നൽകുന്നത്. നമുക്കറിയാം, ശരീരവും മനസ്സും ആത്മാവും സംയോജിപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ഒരു മനുഷ്യന്റെ ഏകാഗ്രതമായ ആ പ്രവർത്തനത്തിലൂടെയാണ് യോഗയുടെ പ്രവർത്തനം, യോഗാഭ്യാസ പ്രവർത്തനം നടക്കുന്നത്. അപ്പം അതിലൂടെ ശാരീരികമായും മാനസികമായും ഒരുപാട് റിലീഫുകൾ ജീവിതത്തിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് യോഗയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കണക്കാക്കുന്നത്. പിന്നെ നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാഠ്യവിഷയം അല്ലെങ്കിൽ CBSE സ്കൂളിൽ നിന്ന് പാഠ്യവിഷയമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. യോഗയ്ക്കൂടെ സൂചിപ്പിച്ചതുപോലെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഉണ്ടെങ്കിലും സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് ഡിസിപ്ലിനായി, സാധാരണ ഒളിമ്പിക് ഡിസിപ്ലിനുകളെയാണ് യോഗ സ്പോർട്സ് കൗൺസിൽ അവരുടെ ഇതിൽ അഫിലിയേറ്റഡായി അംഗീകാരം കൊടുക്കാറ്. പക്ഷെ അതിന് വ്യത്യസ്തമായി യോഗയ്ക്ക് പ്രത്യേക അംഗീകാരങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനിയായ MLA സുമാൻ തോമസ് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇത് സ്കൂളുകളിൽ പ്രവേശനത്തിന് ചേരുന്നതിനെല്ലാം ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ലഭ്യമാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ യുവജനങ്ങളിൽ, വിദ്യാർത്ഥികളിൽ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഉള്ളത്. നമുക്കറിയാം, ഇന്ന് കുട്ടികൾ, ചെറുപ്പക്കാർ അറിഞ്ഞോ അറിയാതെയോ തെറ്റിലേക്ക് വഴുതി വീഴുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പോൾ തീർച്ചയായും അത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒരു ചെറുപ്പക്കാരനെ, ഒരു വിദ്യാർത്ഥിയെ പോരാടാൻ പര്യാപ്തമാക്കുന്ന ഏറ്റവും വലിയ ഒരു സ്പോർട്സായി ഇന്ന് യോഗയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിലാണ് സംശയം. അത്തരമൊരു പ്രവർത്തനമാണ് ഈ യോഗ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള എനിക്ക് സൂചിപ്പിക്കും. സ്പോർട്സിനെ അല്ലെങ്കിൽ ഈ യോഗയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനം അങ്ങേയറ്റം പ്രശംസനാർഹമാണ് എന്നുകൂടി സന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ യോഗ ദിനത്തിന് എല്ലാവിധ ആശംസകളും, സമൂഹം ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള കരുത്ത് യോഗയിലൂടെ നമുക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
വേണ്ട, ദിവസങ്ങൾ മാത്രം മതി, കുറേ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സാധിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ശരിക്കും യോഗയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ സ്വാസ്ഥ്യത്തിലേക്കുള്ള വഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ ആരോഗ്യവാനായി ജീവിക്കുക എന്നത് മാത്രമല്ല യോഗയുടെ ലക്ഷ്യം, സ്വസ്ഥനായിട്ടിരിക്കുക എന്നുള്ളതാണ്. എന്താണ് സ്വസ്ഥത? സ്വാസ്ഥ്യം എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു രോഗാവസ്ഥയിലല്ലാതെ ഇരിക്കുകയും അതിൻ്റെ ഒപ്പം മനസ്സിനും എപ്പോഴും ഒരു പൂർണ്ണത അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പം ഇവിടെ നിത്യവും യോഗ അഭ്യസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങളിലൂടെ ആത്മീയമായിട്ടുള്ള ഒരു ഉന്നതിയും ഇവിടെ ലക്ഷ്യമാക്കുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ മനസ്സിൻ്റെ അവസ്ഥകൾ, നമ്മുടെ ചിന്തകൾ, ശ്വാസഗതി, ഇതെല്ലാത്തിനെയും നമ്മൾ ബോധാവസ്ഥയിലെത്തിച്ച് കുറേ മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും ഒരു ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് യോഗ അഭ്യാസത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു നിർവചനം. ഇത് എത്രത്തോളം നമ്മൾ സ്വയം ആർജിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുക. നമുക്ക് തോന്നും, ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് പരിശീലിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് യോഗ പരിശീലിപ്പിക്കുന്നതിനൊപ്പം പഠിപ്പിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്വാധീനിച്ചിട്ടുണ്ട്, എത്രത്തോളം മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് സ്വയം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര എത്തിയിട്ടുണ്ട്, ഇനി എത്ര പോകാനുണ്ടെന്ന്. അപ്പോൾ എല്ലാ ദിവസവും യോഗ പരിശീലനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയത്തിൽ അത് എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ പൊതുവേ ബാഹ്യമായിട്ടുള്ള ലോകത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും അറിയപ്പെടാതെ പോകും. അല്ലേ? ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അതിനോടനുബന്ധിച്ചുള്ള അറിവുകളും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വരുന്ന മാറ്റങ്ങൾ ഓരോ ദിവസവും നിരവധിയാണ്. പ്രായമാകും തോറും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ കഴിവിനെ എപ്പോഴും നമ്മൾ സജ്ജരാക്കി വയ്ക്കുക എന്നുള്ളതാണ്. പണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ട്? ഒരു മൊബൈൽ ഫോണിലൂടെ ഇരുന്ന് നിമിഷങ്ങൾക്കകം അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഇരുന്ന ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. പണ്ട് യോഗികൾക്ക് മാത്രം ഉണ്ടാകുന്ന സിദ്ധിയാണ്, അല്ലേ? എങ്ങനെയാ? ഇവിടെ ഇരുന്ന് വളരെ ദൂരെ കാതങ്ങൾക്കപ്പുറം ഉള്ള ഒരാളായിട്ട് മാനസികമായിട്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ടെലിപ്പതി പല കാര്യങ്ങളും ഇപ്പോൾ ഇത്ര സിദ്ധിയൊന്നും വേണ്ട, ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും, അല്ലേ? അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഈ ഒരു മൈക്കിലൂടെ തന്നെ ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ സമയം അധികം എടുക്കുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയുന്നു. നേരത്തെ പോകേണ്ടവർക്ക് പോകാട്ടോ, എനിക്ക് യാതൊരു വിഷമമില്ല, എഴുന്നേറ്റ് പോകണമെങ്കിൽ പോകാൻ കുഴപ്പമില്ല. ഈ മൈക്കിൻ്റെ പ്രോസസ്സ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ പറയുന്ന ഈ ശബ്ദം ഇതിലൂടെ പോയി ആ ശബ്ദതരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളായിട്ട് മാറ്റി വീണ്ടും ശബ്ദതരംഗങ്ങളായിട്ട് മാറ്റുന്ന ഈ മൈക്കിൻ്റെ പ്രോസസ്സ് തന്നെ ആലോചിച്ചു. ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഇത്രയധികം സൂക്ഷ്മമായിട്ട് വിശദീകരിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെഷീനാണ് നമ്മുടെ മനസ്സ്, അല്ലേ? മനസ്സിൽ തോന്നുന്ന ചിന്തകൾ, ആ ചിന്തകൾ വളരെ വ്യക്തമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആശയമായിട്ട് പോരണമെങ്കിൽ എത്രത്തോളം ശരീരത്തിൽ നമുക്ക് ഒരു കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കണം. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ചിന്തകൾ ആദ്യം മനസ്സിൽ വന്ന് എൻ്റെ വായിലൂടെ ഇവിടെ പുറത്തേക്ക് വരുന്ന ശബ്ദം ഏത് തരത്തിൽ, ഏത് വാക്കുകൾ എങ്ങനെ പോകണം എന്ന് ചിന്തിക്കണമെങ്കിൽ ആ ബ്രെയിനിൻ്റെ ആ സമയത്തെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ മനസ്സും ശരീരവും ശരിയായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് അത് സാധിക്കുന്നത്. ഇവിടെ യോഗ ഇപ്പോൾ വിവിധ തലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ യോഗയുടെ ഒരു മൂല്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഭാരതീയ ഋഷിവൈദ്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു യോഗശാസ്ത്രം
ഇപ്പോൾ ഏത് തലത്തിൽ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഭൗതിക തലത്തിൽ നിങ്ങൾക്ക് ഉന്നതി വേണം, നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് യോഗ, ഇപ്പോൾ IT ഫീൽഡിൽ ശ്രദ്ധിച്ചോളൂ, ഈ IT ഫീൽഡിൽ ജോലി സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോളൂ. ഏറ്റവും നല്ല മണിക്കൂറുകളോളം വർക്ക് ചെയ്യുന്ന ഒരു 5 വർഷം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുന്ന രോഗങ്ങൾ നിരവധിയാണ്. ബാക്ക് പെയിൻ തൊട്ട് തുടങ്ങി ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി തുടങ്ങി ഓരോ രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ പോലും ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയധികം ഇപ്പോൾ നല്ലൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ല ഡിഗ്രി സാലറിഡ് ആയിട്ടുള്ള ഒരാൾക്ക് നല്ലൊരു ബാക്ക് പെയിൻ വന്നു, ഡിസ്കിനൊരു പ്രശ്നം വന്നു, ഇയാളുടെ ജീവിതം ബാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല അവസ്ഥ ആലോചിച്ചു നോക്കൂ. ആ ബാക്ക് പെയിനും വെച്ചുകൊണ്ട് കുറേ നേരം ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ യോഗയിലൂടെ നമുക്ക് നമ്മുടെ എഫിഷ്യൻസി വർദ്ധിക്കുകയും അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഗുണം ചെയ്യുന്ന രീതിയിൽ അവർ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ സാധിക്കും യോഗയിലൂടെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഭൗതിക തലത്തിലാണെങ്കിലും ആത്മീയമായ തലത്തിലാണെങ്കിലും സ്പോർട്സ് മുതലായ കായിക രംഗത്താണെങ്കിലും എല്ലാത്തിലും യോഗ ഒരു അനിവാര്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും യോഗ പരിശീലിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് പരിശീലിച്ചതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അറിയാം, ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയ തലത്തിലും കിട്ടുന്ന കുറേ മാറ്റങ്ങളാണ് യോഗ ഇത്രയധികം വേൾഡ് വൈഡ് ഇതിന് ആക്സെപ്റ്റൻസ് കൊണ്ടുവന്നത്. അപ്പോൾ യോഗ ഇന്ത്യയിൽ മാത്രമായിട്ട് പണ്ട് പഠിച്ചിരുന്നു അല്ലെങ്കിൽ യോഗചര്യയായിട്ട് മാറിയിരുന്ന ആ ഒരു യോഗയുടെ പ്രാധാന്യം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇത് യോഗയുടെ സെലിബ്രേഷനോടുകൂടി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഭാരതീയരുടെ ഒരു വിജയമാണ്. ഭാരതത്തിൻ്റെ തനതായ ഈ ഒരു മൂല്യം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു മൂല്യം എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ജൂൺ 21 ഒരു ഗുണവും കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സംഭാവനയാണ്. അപ്പോൾ ലോകശാന്തിക്ക് ഇപ്പം എല്ലായിടവും യുദ്ധവും ഭീതിയും നിലനിൽക്കുമ്പോൾ ചുറ്റുപാടുമുണ്ടാവുന്ന ആ ഒരു ഭീതിയിൽ നിന്നും യുദ്ധത്തിൽ നിന്നും മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടും എല്ലാം യോഗ പരിശീലനം വളരെയധികം നല്ലതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മനസ്സെന്താണോ അതിൻ്റെ അവസ്ഥ എന്താണോ അത് നമ്മുടെ ചുറ്റുപാടും പ്രതിഫലിക്കും. ഇത് ഞാൻ പറയുന്നത് ആന്തരാർത്ഥമായിട്ട് എടുക്കുക, വാക്കുകളിലും അതീതമായിട്ടുള്ള അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സ് എപ്പോൾ ശാന്തമാകുന്നോ നമ്മുടെ ചുറ്റും ശാന്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും മനസ്സിനെ ശാന്തമാക്കി അല്ലെങ്കിൽ മനസ്സിനെ പ്രകൃതിയുടെ താളത്തിലേക്ക് ലയിപ്പിച്ച് ഇരിക്കാൻ സാധിക്കുന്ന കുറച്ച് നിമിഷം എല്ലാ ദിവസവും നമുക്ക് സാധിക്കുമെങ്കിൽ യു ആർ സിംപ്ലി ഗ്രേറ്റ് ആൻഡ് യു ആർ പീസ്ഫുൾ. മനസ്സിന് സ്വസ്ഥതയില്ലാത്ത വീടുകൾ എത്രയുണ്ട്? എല്ലാ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ട് പോലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം നമുക്ക് കുറച്ച് നേരത്തെ സന്തോഷമാണ് തരുന്നതെങ്കിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു പരിശുദ്ധിയും ആ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് കുറച്ചും കൂടി സ്റ്റേബിളായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് തരുമെന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നതും നമ്മുടെ ദിനചര്യകളിലും യോഗയും മിതത്വവും പാലിച്ച് ഒരു മിനിമലിസം കഴിയുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സിനെയും ശരീരത്തിനെയും സ്വസ്ഥമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എത്ര ശ്രദ്ധിച്ചാലും അസുഖങ്ങൾ ഒന്നല്ലെങ്കിൽ വേറെ സമയത്ത് വന്നിരിക്കും. അതിപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എത്ര ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ സജ്ജരാക്കി വച്ചാൽ പോലും അസുഖം നമ്മുടെ ശരീരം മനസ്സ് എപ്പോഴാണോ വീക്കാവുന്നത് ആ സമയത്ത് നമ്മളെ ആക്രമിക്കാൻ ചുറ്റുപാടും ധാരാളം അസുഖങ്ങളുണ്ട്, അല്ലേ? ചെറിയൊരു പനി, ജലദോഷം തുടങ്ങി മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോലും നമ്മുടെ അന്തരീക്ഷം വളരെയധികം മലിനമാണ്. സൊസൈറ്റിയിലെല്ലാം മാലിന്യം കാണാം. എല്ലാവരും മനസ്സിൽ ധാരാളം മാലിന്യവും പേറിക്കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനൊരു അവസരത്തിൽ നമ്മൾ
ഏകാഗ്രനായി ഫൈറ്റ് ചെയ്ത് നടക്കുന്ന നല്ലൊരു യോദ്ധാവായിട്ട് നമ്മളെ മനസ്സിൽ കാണാം. ചുറ്റുപാട് രോഗങ്ങളെല്ലാം നമ്മളെ ആക്രമിക്കാനിരിക്കുമ്പോൾ നമ്മുടെ സർവ്വശക്തി ഉപയോഗിച്ച് നമ്മളെപ്പോഴും ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മുടെ വീക്കാവുന്നത് മനസ്സും ശരീരവും, ആ സമയത്ത് ഇവർ നമ്മളെ കീഴടക്കും. അപ്പോൾ എല്ലാ ദിവസവും ബോധപൂർവം ഈ ഒരു ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കി സജ്ജമാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അസുഖങ്ങളെ വളരെയധികം ദൂരേക്ക് നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപാധിയും കൂടിയാണ് യോഗ പരിശീലനം. ഇവിടെ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. 8 മണിക്ക് വന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം കാര്യങ്ങളിലൂടെ ഈ ഒരു സന്ദേശം നൽകിയതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയാവുന്ന പോലെ മറുപടി പറയാം എന്നല്ലാതെ ഇനി ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ക്ഷമയെ ഞാൻ അധികം പരീക്ഷിക്കുന്നില്ല. നിങ്ങൾക്കും പോയിട്ട് പല കാര്യങ്ങളുണ്ടാവും. സൺഡേ ആണ്. സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ അതല്ല, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്നതാണ് ഒരു യോഗ ടീച്ചർ എന്നുള്ളൊരവസ്ഥയിൽ ആദ്യമേ ഞാൻ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകം എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ചേച്ചിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എറണാകുളം ഡിസ്ട്രിക്ട് യോഗ സ്പോർട്സ് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.